ശബരിപാത നീട്ടുന്നത് ഗുണകരമെന്ന് കേരയിൽ. നെടുമങ്ങാട് വഴി ബാലരാമപുരത്തേക്ക് നീട്ടുന്നത് പ്രയോജനമാകുമെന്ന് കേരയിലെ പ്രാഥമിക പഠനം. റെയിൽ സാഗർ പദ്ധതിയിൽ ഇത് നടപ്പാക്കുമെന്നും കേരയിൽ പഠനം പറയുന്നു. പദ്ധതി യാഥാർത്ഥ്യമായാൽ മലയോര കാർഷിക മേഖലയിൽ വലിയ മാറ്റമുണ്ടാകും. 2013 റെയിൽവേ പ്രാഥമിക സർവേ നടത്തിയിരുന്നു. കുറഞ്ഞ വരുമാനമെന്നു പറഞ്ഞ പദ്ധതി മുന്നോട്ടു പോയില്ല. എന്നാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതോടെ ചരക്ക് നീക്കത്തിനും യാത്രാ സൗകര്യത്തിനും ഏറെ സാധ്യതയുണ്ടെന്നാണ് കേരയിലിന്റെ കണ്ടെത്തൽ. റെയിൽ സാഗർ പദ്ധതിയിൽ ഇതും നടപ്പിലാക്കാനാകും. ബാലരാമപുരത്ത് വിഴിഞ്ഞം സീപോർട്ടിനായി യാർഡ് നിർമ്മിക്കുന്നുണ്ട്. ഇത് സിഗ്നലിംഗ് സ്റ്റേഷനാക്കി മാറ്റും. എരുമേലിയിൽ നിന്ന് ആരംഭിക്കുന്ന പാത നെടുമങ്ങാട് വഴിയാണ് കടന്നു പോവുക. എരുമേലി മുതൽ ബാലരാമപുരം വരെ 160 കിലോമീറ്റർ ദൂരത്തിൽ 13 സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്യുന്നത്. അങ്കമാലി മുതൽ എരുമേലി വരെ 111 കിലോമീറ്ററിൽ 14 സ്റ്റേഷനുകളും. എന്നാൽ ഈ പദ്ധതി കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതു നീക്കിയാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഭൂമി ഏറ്റെടുക്കൽ ഉടൻ പുനരാരംഭിച്ച് എരുമേലിയിൽ നിന്ന് പുനലൂർ വരെയുള്ള പാതയ്ക്ക് DPR തയ്യാറാക്കും. പദ്ധതി യാഥാർത്ഥ്യമായാൽ തമിഴ്നാട്ടിലേക്കും മധ്യ കേരളത്തിലേക്കും എളുപ്പത്തിൽ എത്താനുള്ള തന്ത്രപ്രധാന പാതയായി ഇത് മാറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.